തീരപ്രദേശങ്ങളായ കോട്ടപ്പുറം, പിറവിളാകം എന്നീ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുന്നത്. ഈ പ്രദേശങ്ങളിൽ പൈപ്പ് വെള്ളം എത്തിയിട്ട് 8 ദിവസം പിന്നിടുകയാണ്. 300ഓളം കുടുംബങ്ങളാണ് ഇവിടെ ദുരിതത്തിൽ കഴിയുന്നത്. അഞ്ജന അനിൽകുമാർ വിഴിഞ്ഞത്ത് നിന്ന് തന്നെ തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, വിഴിഞ്ഞത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ ഇന്നലെ മുതൽ കുടിവെള്ള പ്രതിസന്ധി ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ള പ്രതിസന്ധി ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഈ ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ ഈ 300ഓളം കുടുംബങ്ങൾ എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത്? ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ലേ ഇതുവരെ? ആര്യ, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം 61-ാം വാർഡായ കോട്ടപ്പുറത്താണ്. ഇവിടെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കുടിവെള്ള പ്രശ്നം. എന്നാൽ ഇപ്പോൾ 8 ദിവസമാകുന്നു ഇവിടെ പൈപ്പ് വെള്ളം എത്തിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർ, ഇവിടുത്തെ പ്രദേശവാസികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. കുടിവെള്ളം എത്താത്തത് കൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമാണ്. കുടത്തിന് 5ഉം 10ഉം രൂപ കൊടുത്ത് ഓരോ ദിവസവും വെള്ളം വാങ്ങിയാണ് ഇവർ ഓരോ ദിവസത്തെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഒരു വീട്ടിലേക്ക് 10 കുടങ്ങളെങ്കിലും വേണം. അങ്ങനെ വരുമ്പോൾ ആ വകയിൽ തന്നെ ഒരു തുക ചിലവാകുന്നുണ്ട്. തീരപ്രദേശമാണ്, സാധാരണക്കാരാണ്. ഇവർക്കെന്നും തന്നെ ഇത് ഇങ്ങനെ വെള്ളം വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഇവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. കുട്ടികളുണ്ട്, അവരൊക്കെ സ്കൂളിൽ പോകാനുള്ള ഒരുക്കത്തിലും കാര്യങ്ങളിലും ഒക്കെയാണ്. ഇങ്ങനെ ഈ കുടിവെള്ള പ്രശ്നം എപ്പോഴും ആവർത്തിക്കുമ്പോൾ അവരും എല്ലാം തന്നെ ബുദ്ധിമുട്ടുകയാണ്. നമ്മോടൊപ്പം പ്രദേശവാസികളുണ്ട് ഇവിടുത്തെ. അവരോട് തന്നെ നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ചോദിച്ചറിയാം. ഈ കുടിവെള്ള പ്രശ്നം കുറേ നാളായി തുടങ്ങിയൊരു കാര്യമാണല്ലോ. കുറേ നാളല്ല, വർഷങ്ങളോളമായി. ഈ കുടിവെള്ളം ഓരോ കൗൺസിലർ വരുമ്പോൾ പറയും, ഞങ്ങളെ ജയിപ്പിക്കും, ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് തരാം. ഈ കുടിവെള്ളം എന്ന് പറഞ്ഞിട്ട് ബെങ്ങാനൂർ വരെ ഒന്നായി കുടിവെള്ളം, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വിഴിഞ്ഞത്ത് വരും. ഇത്രയും വർഷം കൊണ്ട് ഒരു കുടിവെള്ളം എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടില്ല. അയ്യമാത വേസ്റ്റ് വെള്ളമാണ് വരണ വെള്ളം ഞങ്ങളെ കുടിക്കാനെന്ന്. ആ വെള്ളം ഇന്നലെ കണ്ടു കാണുമല്ലോ മേഡം. അയ്യമാത വേസ്റ്റ് വെള്ളമാണ് ഞങ്ങൾക്ക് കുടിവെള്ളം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പൈപ്പ് വഴി തരണത്. അതിൻ്റെ ബില്ല് എത്ര രൂപ വരണമെന്ന് അറിയാമോ? 900, 1000 രൂപ 2 മാസത്തിൽ ഒരു പ്രാവശ്യം വരുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് പറ്റൂല. ഇങ്ങനെ അടയ്ക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ വരുമാനം കടലുകൊണ്ട് കിട്ടുന്ന വരുമാനമാണ്. അത് കിട്ടിയില്ലെങ്കിൽ അതും ഇല്ല. ബിനിൽ, ഇവർ അവരുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. സാധാരണക്കാരാണ്. എന്നും ഇങ്ങനെ വെള്ളം വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ പൈപ്പ് വെള്ളം എത്തിയിട്ടും 8 ദിവസമാകുന്നു. ഈ വെള്ളം വാങ്ങി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. രോഗികളും പ്രായമായവരും ഒക്കെ തന്നെയുള്ളതാണ്. കുടിവെള്ളം അത് എല്ലാവരുടെയും ഒരു അവകാശമാണ്. അത് കിട്ടാത്തത് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് പോലും ഒരു താൽക്കാലിക ഇടപെടൽ ഉണ്ടാകുന്നില്ലേ? ഈ താൽക്കാലിക ആവശ്യത്തിനെങ്കിലും പണം കൊടുത്ത് വെള്ളം വാങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ താൽക്കാലിക ആവശ്യത്തിന് പോലും ജലം കണ്ടെത്താൻ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് പോലും ഒരു ഇടപെടലില്ലേ? ഇതുവരെയും യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നത്. ഇവരിനി ബന്ധപ്പെടാനായി ആരും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. വാട്ടർ അതോറിറ്റിയും MLAയും ഇവരുടെ വാർഡ് കൗൺസിലറെയും എല്ലാം തന്നെ അറിയിച്ചിട്ടും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഇവർ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ആ പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ വിഴിഞ്ഞം തീരപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള പ്രശ്നം എപ്പോഴും രൂക്ഷമായൊരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ഈ കഴിഞ്ഞ 8 ദിവസമായിട്ടാണ് ഈ പൈപ്പ് വെള്ളം വരുന്നത് നിലച്ചിരിക്കുന്നത്. അതുണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെയധികം ഇവർക്കുണ്ട്. ഈ വെള്ളം വാങ്ങി ഉപയോഗിച്ചു കൊണ്ടുവരുന്നു. ചേച്ചി, ഇപ്പോൾ എന്നും കുടിവെള്ളം വാങ്ങുവാണോ? ഈ കുടം വെള്ളം പിന്നെ 3 ദിവസത്തിലൊരു പ്രാവശ്യം ഈ കുടിവെള്ളം കൊണ്ടുവരും. അപ്പോൾ ഈ 3 ദിവസത്തിൻ്റെ വെള്ളം നമ്മൾ ശേഖരിക്കുകയാണ് പൈസ കൊടുത്ത് മേടിച്ചിട്ട്. പിന്നെ അവർ ഒരാഴ്ചയിൽ 3 പ്രാവശ്യം ഈ ലോറിയിൽ വെള്ളം കൊണ്ടുവരും. നമ്മളൊരു കൂടെ വെള്ളം 10 രൂപ കൊടുത്ത് വാങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ഒരു വീട്ടിൽ തന്നെ 2-3 പോർതികൾ താമസമുണ്ട്. അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ ചിലവ് നോക്കിക്കൊള്ളണം. അപ്പോൾ അത്രയും നമ്മൾ കാശ് കൊടുത്താണ് വെള്ളം വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. ഇവിടെ ഏകദേശം 150-ൽ കൂടുതൽ വീടുകളുണ്ട്. നേരത്തെ ചേച്ചി സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിൽ തന്നെ 1-2